മരം വീണ് ഒരു വീട് തകർന്നു. പാതായിക്കര സ്വദേശി രാജന്റെ വീടാണ് തകർന്നുപോയത്. ഭാഗ്യം, ആളപായമൊന്നുമില്ല. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിശദാംശങ്ങൾ. ഇന്ന് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പെരിന്തൽമണ്ണ പാതായിക്കര സ്വദേശി നടുത്തോട് വീട്ടിൽ രാജന്റെ വീടിന് മുകളിലേക്ക് ഭീമൻ മരം വീഴുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ഓടുമേഞ്ഞ വീട് പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രത്തോളം വീടിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ മറ്റൊരു റൂമിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായി ഇവരൊക്കെ തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. വലിയ മരമായതുകൊണ്ട് തന്നെ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ഈ പെരിന്തൽമണ്ണയിലെ സന്നദ്ധ പ്രവർത്തകരായിരിക്കുന്ന ഈ ട്രോമോ കെയറിന്റെ വോളണ്ടിയർമാരെത്തിയാണ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മരമെല്ലാം തന്നെ മുറിച്ച് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും വലിയ നഷ്ടമാണ് ഈ വീട്ടുകാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ജീവൻ ഒരു തരത്തിലും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ മരം വീണ് വീട് തകർന്നു. പാതായിക്കര സ്വദേശി രാജന്റെ വീടാണ് തകർന്നത്. ആളപായമില്ല. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, ഈ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് പലയിടത്തും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അവിടെയും വലിയ കാറ്റായിരുന്നോ ഈ മേഖലയിലും? വിജയകുമാർ, മലപ്പുറം ജില്ലയിൽ വൈകുന്നേരത്തോടു കൂടി ശക്തമായ മഴയും ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പെരിന്തൽമണ്ണയിലും ശക്തമായ കാറ്റ് അടിച്ചു വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തന്നെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഈ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഈ ട്രോമാ കെയർ വളണ്ടിയർമാരെത്തിയാണ് മരമെല്ലാം തന്നെ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ഇന്ന്